ഹായ്. നമ്മളുടെ ഒരു 30 വയസ്സിന് ശേഷം ബോൺ ഡെൻസിറ്റി കുറയുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ കാൽസ്യം കോംപ്ലക്സ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം നമ്മൾ എല്ലാ ദിവസവും എടുക്കണുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ 30 വയസ്സിന് ശേഷം കാൽസ്യം ഒരു മനുഷ്യ ശരീരത്തിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾക്കിത് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ നമ്മളത് ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ നിശ്ചിത അളവിൽ ഒരു ദിവസം നമുക്ക് കാൽസ്യം ആവശ്യമാണ്. അതല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് വീഴുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടി ഇപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് എല്ലൊക്കെ പൊട്ടുന്നുണ്ട് അല്ലേ? വീഴുമ്പോഴേക്കും അയ്യോ അത് അത്ര വീണുള്ളൂ അപ്പോഴേക്കും എല്ല് പൊട്ടി എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ നമ്മളുടെ എല്ലുകൾ പല്ലുകൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളുടെ കാൽസ്യം കോംപ്ലക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 1-2 ഡെയിലി എടുക്കണത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അതുപോലെ തന്നെ സ്പെർലിന ആവശ്യം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയൂ അല്ലേ? അപ്പം നമ്മളത് ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതൊന്നും നമ്മൾ കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും നമ്മൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ കഴിച്ച് നമ്മളുടെ ആരോഗ്യം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് പറയണത്. അപ്പോൾ കണ്ടില്ലേ, സ്പെർലിനയാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് 1-2 എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 1-2 നമ്മളത് ഡെയിലി ഉപയോഗിക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ ഈ പറയുന്ന വസ്തുക്കളുടെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ കാത്തു സൂക്ഷിക്കാൻ ഇത് അടിപൊളിയാണ്. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ക്ഷീണമില്ലാതിരിക്കാൻ ഇതാണ് കൊണ്ടുപോകണേ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഓരോന്നായിട്ട് നമ്മൾ വരാം. അതുവരെ വെയിറ്റ് ആൻഡ് സീ.